ചൂണ്ടയിൽ കൊത്തി എന്നാണ് എൻ്റെ അഭിപ്രായം. നോക്കൂ, ഇന്നു ഞാൻ നാളെ നീ എന്നാണല്ലോ വചനം. അപ്പോൾ ഇപ്പോൾ നേരത്തെ നിമോളറുടെ കവിത നികേഷ് സൂചിപ്പിച്ചു. അവസാനം ഒറ്റപ്പെടുമ്പോൾ നമുക്ക് വേണ്ടി ചോദ്യം ചെയ്യാൻ അല്ലെങ്കിൽ നമ്മെ സംരക്ഷിക്കാനും ആരും ഉണ്ടാകില്ല എന്നുള്ളതാണ് ആ കവിതയിലൂടെ പറയുന്നത്. അത് നാസി ജർമ്മനിയുടെ കാലഘട്ടത്തിൽ എഴുതപ്പെട്ടൊരു ഒരു ഒരു കവിതയുമാണ്. ഇന്ന് ഞാൻ നാളെ നീ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ത്യയിൽ എവിടെയും ആസൂത്രിതമായി ക്രൈസ്തവർ ആക്രമിക്കപ്പെട്ടിട്ടുള്ളത് ഹിന്ദുത്വ ശക്തികളിൽ നിന്നാണ്. ആസൂത്രിതമായി അവർ ആക്രമിക്കപ്പെട്ടിട്ടുള്ളത് ഹിന്ദുത്വ ശക്തികളിൽ നിന്നാണ്. ഞാൻ പറയാം, ഇപ്പോൾ 2002 പിന്നെ മുസ്ലിങ്ങൾ വൻതോതിൽ ഗുജറാത്തിൽ ആക്രമിക്കപ്പെട്ടത്. അതിനു മുമ്പ് 1998 വലിയ രീതിയിൽ ക്രിസ്ത്യൻ പള്ളികൾ ആക്രമിക്കപ്പെട്ടു ഗുജറാത്തിൽ. 1998 ഞാനത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഡാങ്ക് ജില്ലയിലാണ് അന്ന് ആ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. വലിയ രീതിയിലാണ് ആക്രമിക്കപ്പെട്ടിട്ടുള്ളത്. അതിനുശേഷമാണ് അവിടെ മുസ്ലിങ്ങളൊക്കെ ആക്രമിക്കപ്പെട്ടു തുടങ്ങിയത്. 2000 ഉത്തർപ്രദേശിൽ വലിയ രീതിയിൽ ക്രിസ്ത്യൻ പള്ളികൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. അവിടെ മൈനോറിറ്റി കമ്മീഷൻ, ദേശീയ മൈനോറിറ്റി കമ്മീഷൻ പോയപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ യാത്ര ചെയ്തിട്ട് എനിക്ക് ആ സാഹചര്യങ്ങൾ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. 1999 ഗ്രഹാം സ്റ്റെയിൻസിൻ്റെ കാര്യം നമ്മളിനി ആവർത്തിച്ചു പറയേണ്ടതില്ല. ഗ്രഹാം സ്റ്റെയിൻസിനെയും അദ്ദേഹത്തിൻ്റെ 10 വയസ്സും 7 വയസ്സുമുള്ള 2 മക്കളെയും കത്തിച്ചു കൊന്നത്, ജീവനോടെ കത്തിച്ചു കൊന്നത് ബജറംഗ ദളാണ്. ഈ രീതിയിൽ രാജ്യത്ത് ആസൂത്രിതമായി ക്രിസ്ത്യൻ സമുദായത്തിന് നേരെ, ക്രിസ്തീയ ദേവാലയങ്ങൾക്കെതിരെ എപ്പോഴും അക്രമം അഴിച്ചുവിട്ടിട്ടുള്ളത് ഹിന്ദുത്വ പുനരുത്ഥാനവാദികളാണ് എന്ന കാര്യത്തിൽ കണക്കുകൾ ശരിവെക്കുന്ന കാര്യങ്ങളാണ്, യാഥാർത്ഥ്യവുമാണ്. ഇപ്പം കഴിഞ്ഞ വർഷത്തെ കണക്ക് പ്രകാരം 525 ആക്രമണങ്ങളാണ് ക്രിസ്ത്യൻ സമുദായത്തിന് നേരെ ഉണ്ടായിട്ടുള്ളത്. 2023 ഏപ്രിൽ 13, അതായത് ഇപ്പോൾ ഇന്ന് ഏപ്രിൽ 9, കൃത്യം ഒരു വർഷം മുമ്പ് ദ്രൗപദി മുർമുവിനെ കണ്ടിട്ടൊരു ബിഷപ്പുമാരുടെ സംഘം ഒരു മെമ്മോറാണ്ടം സമർപ്പിക്കുന്നുണ്ട്. രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന ക്രിസ്തീയ ദേവാലയങ്ങൾക്കും ക്രിസ്ത്യൻ സമുദായത്തിലെ ആളുകൾക്കും എതിരായിട്ടുള്ള അക്രമങ്ങൾക്കെതിരെ അതിൻ്റെ ഡാറ്റാ സഹിതം വെച്ചുകൊണ്ട് വലിയ മെമ്മോറാണ്ടം ദ്രൗപദി മുർമുവിന് കൊടുത്തു. ആ മെമ്മോറാണ്ടം സമർപ്പിക്കുന്നതിന് തൊട്ടു മുമ്പ് ഫെബ്രുവരിയിൽ ഡൽഹിയിലെ ജന്തർ മന്ദറിൽ 22,000 പേര് പങ്കെടുത്തൊരു വലിയ റാലി നടന്നു. വളരെ പീസ്ഫുൾ ആയിട്ട് നടന്നൊരു റാലിയാണ്. ആ റാലിയിൽ വെച്ചിട്ടാണ് ഈ ക്രിസ്തീയ സമുദായം ഇത്തരത്തിലൊരു മെമ്മോറാണ്ടം തയ്യാറാക്കുകയും അത് രാഷ്ട്രപതിക്ക് സമർപ്പിക്കുകയും ചെയ്തത്. ഈ രീതിയിൽ രാജ്യത്തുടനീളം ഹിന്ദുത്വ ശക്തികളാൽ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ് ഹിന്ദുത്വ ശക്തിയുടെ ഒരു പൊളിറ്റിക്കൽ ടൂളായിട്ടുള്ള ഈ കേരള സ്റ്റോറി എന്ന് പറഞ്ഞ സിനിമ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വളരെ കൗതുകരമായൊരു കാര്യമാണ്. ഞാൻ മനസ്സിലാക്കിയ ഒരു സംഭവം എന്ന് പറയുന്നത്, ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഇടവകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഇൻറ്റൻസീവ് ബൈബിൾ കോഴ്സ് എന്ന് പറഞ്ഞൊരു പരിപാടിയാണ്. ഇൻറ്റൻസീവ് ബൈബിൾ കോഴ്സ് എന്ന് പറയുന്നത് ഈ സംസ്ഥാനത്തെ എല്ലാ ഇടവകളിലും വെക്കേഷൻ കാലങ്ങളിൽ കുട്ടികൾക്ക് വേണ്ടി നടത്തുന്ന ഒരു പരിപാടിയാണ്. ആ പരിപാടിയിൽ ഏറ്റവും കൂടുതൽ കാണിക്കപ്പെട്ടിട്ടുള്ളത്, കഴിഞ്ഞ കുറേ നാളുകളായി ഈ സഭയുടെ വിവിധ ഇടവകളിൽ കാണിക്കപ്പെട്ടിട്ടുള്ളൊരു ഡോക്യുമെൻ്ററി എന്താണെന്നറിയോ? മണിപ്പൂരിനെ കുറിച്ചുള്ള ഡോക്യുമെൻ്ററിയാണ്. മണിപ്പൂർ ആർച്ച് ഡയോസിസ് ഒരു ഡോക്യുമെൻ്ററി തയ്യാറാക്കുന്നു. ഇംഫാലിലെ ബിഷപ്പ് പറഞ്ഞത് 36 മണിക്കൂറിനുള്ളിൽ 249 പള്ളികൾ അവിടെ കത്തിച്ചു എന്നാണ് കേട്ടോ. ഇംഫാലിലെ ബിഷപ്പാണ് പറയുന്നത്. ഇത് 36 മണിക്കൂർ എടുത്തിട്ടുള്ളൂ, 249 പള്ളികൾ അവിടെ ഇല്ലാതായി. അപ്പോൾ പിന്നെ ഈ മണിപ്പൂർ ആർച്ച് ഡയോസിസിൻ്റെ ഒരു സിനിമയുണ്ട്, മണിപ്പൂർ ക്രൈ ഓഫ് ദി ഒപ്രസ്ഡ് എന്ന് പറഞ്ഞിട്ട്, ക്രൈ ഓഫ് ദി ഒപ്രസ്ഡ് എന്ന് പറഞ്ഞിട്ട് ആ ഡോക്യുമെൻ്ററിയാണ് കേരളത്തിൽ ഇടവുകളിലെല്ലാം ഇപ്രാവശ്യം പിന്നെ വലിയ രീതിയിൽ പ്രദർശിപ്പിക്കപ്പെടുകയും അത് വളരെ സൈലൻ്റായിട്ട് നടന്നൊരു കാര്യമാണ്. അപ്പം മണിപ്പൂർ വിഷയം വലിയ രീതിയിൽ ആ സമുദായത്തിനകത്ത് ചർച്ച ചെയ്യപ്പെടുകയും ആ ഡോക്യുമെൻ്ററി വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കിയ ഏതൊരു വിഭാഗം ഇതാ ഇപ്പോൾ കേരള സ്റ്റോറി ഒരു ഇടുക്കി രൂപതയിലൂടെ കടത്തിവിട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അത് പിന്നീട് അതിൻ്റെ നമ്മൾ ഇന്നലെ അത് ചർച്ച ചെയ്തതാണ്, അതിൻ്റെ പ്രത്യാഘാതവും ചർച്ച ചെയ്തുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നത്. പക്ഷേ നമ്മളിന്ന് ഭയപ്പെടുത്തുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അത് വിവിധ രൂപതകളെ ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ്. അത് വെച്ചാൽ ഇടുക്കി രൂപതയുടെ മാത്രം പ്രശ്നമല്ല, അത് വിവിധ രൂപതകൾ, സഭകൾക്ക് കീഴിലുള്ള വിവിധ രൂപതകൾ അത് വീണ്ടും പ്രദർശിപ്പിക്കാനായിട്ട് തയ്യാറെടുക്കുന്നു എന്ന് പറയുമ്പോൾ ഈ പറയുന്ന രാജ്യത്തുടനീളം ആസൂത്രിതമായി ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഘർ വാപ്പസി എന്നൊരു പരിപാടിയുണ്ടല്ലോ ഇന്ത്യയിൽ. അതാരാ നടപ്പാക്കുന്നത്? ഘർ വാപ്പസി എന്ന് പറയുന്ന പരിപാടി നടപ്പാക്കുന്നത് സംഘപരിവാറിൻ്റെ അജണ്ടയാണ്. അതെല്ലാ സംസ്ഥാനങ്ങളിലും, കേരളം അടക്കമുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും നടപ്പാക്കുന്നുണ്ട്. ഒറ്റ പരിപാടിയുള്ളത് എന്താണ്? റീകൺവെർസേഷൻ, എന്താ പറയുക, തിരിച്ചു കൊണ്ടുവരിക. ഘർ വാപ്പസി എന്ന് പറയുമ്പോഴത്തേക്കും ഈ കൺവേർഷൻ നടത്തുന്നതിനെ റീകൺവേർട്ട് ചെയ്യുക. അപ്പോൾ റീകൺവേർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് ആളുകളെ തിരിച്ചു കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. ആ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ പ്രൊപ്പഗൻഡയാണ് ഇപ്പോൾ എടുത്തുകൊണ്ട് ഈ സഭയിലെല്ലാം പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കാണേണ്ടത് യഥാർത്ഥത്തിൽ മണിപ്പൂർ ക്രൈ ഓഫ് ദി ഒപ്രസ്ഡ് എന്ന് പറയുന്ന ഡോക്യുമെൻ്ററി ആയിരുന്നു. അത് പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതിനകത്തൂടി ഈ സിനിമ കയറ്റിവിട്ടിരിക്കുന്നത്. അത് കയറ്റിവിട്ടിരിക്കുന്ന ആളുകൾക്ക് അവരുടേതായിട്ടുള്ള രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തിൽ കൊത്തുകയാണ് എങ്കിൽ നേരത്തെ നികേഷ് സൂചിപ്പിച്ചതുപോലെ അവസാനം അവർ എന്നെ തേടി വന്നപ്പോൾ എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല എന്നൊരു സാഹചര്യം രൂപപ്പെടും. ഇവിടെ
ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം കേട്ടോ. ഇപ്പം ഉത്തർപ്രദേശിൽ 0.18% ആണ് ഈ പറയുന്ന ഈ ഏറ്റവും പോപ്പുലസ് ആയ സ്റ്റേറ്റ് ഞാൻ എടുത്തിട്ട് പറയുകയാണ്. അവിടെ ആകപ്പാടെ പ്രാതിനിധ്യമുള്ളത് 0.18% ക്രിസ്ത്യാനികളേ ഉള്ളൂ. അവരുടെ പോലും ഈ പറയുന്ന അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഇറങ്ങി നിൽക്കുന്ന ആരൊക്കെയാണെന്നറിയാമോ? ഈ കോൺഗ്രസും ചെറിയ ചെറിയ പ്രസ്ഥാനങ്ങളുമൊക്കെയാണ്. ആ പ്രസ്ഥാനങ്ങൾക്കെതിരായിട്ടാണ് ഇവിടുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിൻ്റെയും ഇടതുപക്ഷ പാർട്ടികളുടെയും ഒക്കെ ശക്തമായ പ്രതിരോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ സൗകര്യപൂർവ്വം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജനതയാണെന്നും അത്തരം ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഈ സംസ്ഥാനത്ത് നിലനിൽക്കുന്നത് കൊണ്ടാണ് ഈ പറയുന്ന ന്യൂനപക്ഷ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതെന്നുമുള്ള ഉത്തമ ബോധ്യം എപ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നു, ആ നിമിഷം മുതൽ മറ്റൊരു തരത്തിലുള്ള ചേരിതിരിവ് രൂപപ്പെടുകയും ഒടുവിൽ അതിൻ്റെ എന്താ പറയുക അതിൻ്റെ പേരിൽ കുരിശിലേറ്റപ്പെടുന്നത് ഈ പറയുന്ന നമ്മുടെ സംസ്ഥാനത്തെ മതേതരത്വമായിരിക്കും. അതിൻ്റെ ഒരു സാഹചര്യം ഉണ്ടാക്കാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധയെടുക്കേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനമായി ഈ പറയുന്ന രാഷ്ട്രീയം തിരിച്ചറിഞ്ഞുകൊണ്ട്, ഈ വിഭജനത്തിൻ്റെ രാഷ്ട്രീയം തിരിച്ചറിഞ്ഞുകൊണ്ട് സഭകൾ, ഇതിനിറങ്ങിപ്പുറപ്പെടുന്ന സഭകളൊക്കെ തന്നെയും രൂപതകളൊക്കെ തന്നെയും ഒരു ആത്മപരിശോധന ഇന്ത്യൻ സാഹചര്യത്തിൽ നടത്തുന്നത് നല്ലതായിരിക്കും. Meet the editors.